നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വഴി തടസ്സപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടികൾ പരിപാടികൾ സംഘടിപ്പിച്ചതിലുള്ള കോടതിയലക്ഷ്യ കേസ്. ഈ കേസിൽ DGP ക്ഷമാപണം നടത്തി. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകണമെന്ന ഒരു നിർദ്ദേശം ചില നേതാക്കന്മാർക്ക് കോടതി നൽകിയിരുന്നു. പക്ഷേ ഹാജരാകുന്നതിൽ നിന്നും ഇളവ് തേടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതിയലക്ഷ്യ നടപടിയിൽ ഫെബ്രുവരി 10-ന് നേരിട്ട് ഹാജരാകണമെന്നായിരുന്നു MV ഗോവിന്ദൻ അടക്കമുള്ള ചില നേതാക്കൾക്ക് കോടതി നിർദ്ദേശം നൽകിയത്. എന്നാൽ അന്നേ ദിവസം തൃശൂരിൽ പാർട്ടി സമ്മേളനമുണ്ട്, അതുകൊണ്ട് ഹാജരാകുന്നത് മറ്റൊരു തീയതിയിലേക്ക് മാറ്റിത്തരണമെന്ന ആവശ്യം പാർട്ടി സെക്രട്ടറി കോടതിയിൽ നൽകിയ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും DGP ഈ സംഭവത്തിൽ ക്ഷമാപണം നടത്തിയിരിക്കുകയാണ്. കോടതിയലക്ഷ്യ കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി നിരുപാധികം മാപ്പപേക്ഷിച്ചത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണനും ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ക്ഷമാപണം നടത്തി. വിഷയത്തിൽ ഹൈക്കോടതി ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. അതേസമയം തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് തടസ്സപ്പെടുത്തി CPM സമ്മേളന വേദി നിർമ്മിച്ച സംഭവത്തിൽ ഉൾപ്പെടെയാണ് ഹൈക്കോടതി കോടതിയലക്ഷ്യത്തിന് കേസെടുത്തത്. വഴി തടസ്സപ്പെടുത്തി പാർട്ടിക്കാർ പരിപാടി നടത്തിയതിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയായിരുന്നു. റോഡ് കെട്ടിയടച്ച് പാർട്ടി സമ്മേളനം നടത്തിയ സംഭവത്തിലാണ് ഒടുവിൽ നേതാക്കൾക്കെതിരെ ഹൈക്കോടതി രംഗത്ത് വന്നത്. വഞ്ചിയൂരിലായിരുന്നു റോഡിൽ സ്റ്റേജ് കെട്ടി സമ്മേളനം നടത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർക്കായിരുന്നു നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് കെട്ടിയടച്ച് CPIയുടെ സംഘടനയായ ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരത്തിലും നേതാക്കൾ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളായിരുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. വഴി തടസ്സപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടികൾ സമ്മേളനങ്ങളും പാർട്ടി പരിപാടികളും സമരങ്ങളും സംഘടിപ്പിച്ച വിവിധ സംഭവങ്ങൾ കോടതി ഇതും പരിഗണിച്ചായിരുന്നു കോടതി ഇത്തരത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡിന്റെ ഒരു വശം പൂർണ്ണമായി കെട്ടിയടച്ചായിരുന്നു തിരുവനന്തപുരം വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനം നടത്താൻ വേണ്ടി റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടിയതിനും പ്രകടനം നടത്തിയതിനും വഞ്ചിയൂർ പോലീസ് കേസെടുത്തിരുന്നു. ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുസമ്മേളനങ്ങൾ പാടില്ല എന്ന കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് തിരുവനന്തപുരം ജില്ലാ കോടതിക്ക് മുന്നിൽ തന്നെ റോഡ് തടഞ്ഞ് പാർട്ടി സമ്മേളനം നടത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.